അധികാരം തലയ്ക്ക് പിടിച്ചാൽ അല്ലെങ്കിൽ ഭരണത്തിന്റെ തണലിൽ എന്തും കാണിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചാൽ ഒരു കാലത്ത് അതൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നേർക്കാണ് CPM ആ പഴയ പാർട്ടി ഗുണ്ടായിസം ഇറക്കുന്നതെങ്കിൽ കളി മാറും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും, കേന്ദ്ര ഉദ്യോഗസ്ഥരെ തൊട്ടാൽ അക്കൗണ്ട് തീർക്കുമെന്ന് കേന്ദ്ര സർക്കാർ വെറുതെ പറയുന്നതല്ലെന്ന് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. അതെ, CPM പ്രവർത്തകർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒന്നാന്തരം മുട്ടൻ പണിയാണ്. കേന്ദ്രം കളം മാറ്റി പിടിച്ചു, പണി തുടങ്ങിക്കഴിഞ്ഞു. ED കണ്ട് പേടിച്ചോടിയ ചരിത്രമേ ഇവിടെ പലർക്കുമുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ED ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നവർ ഇപ്പോൾ എവിടെയാണ്? ആകെ അങ്കലാപ്പിലാണ്. തലസ്ഥാനത്തെ CPM ഓഫീസുകളിലും അണികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇപ്പോൾ ആകെ ഭയപ്പാടായിരിക്കും. കോടതിയിൽ നിന്ന് കിട്ടിയത് സാധാരണ അടിപോലുമല്ല, ഒന്നാന്തരം പ്രഹരമാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എവിടെയാണ് ഈ പുലിവാലിന്റെ തുടക്കം? മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദ കേസ് അഥവാ CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ED കേരളത്തിൽ എത്തിയത്. ഈ റെയ്ഡൊക്കെ കഴിഞ്ഞ് കിട്ടേണ്ട രേഖകളൊക്കെ കൃത്യമായി കൈകളിലാക്കി ED ഉദ്യോഗസ്ഥർ തങ്ങളുടെ വാഹനങ്ങളിൽ മടങ്ങാൻ ഒരുങ്ങി. അപ്പോഴാണ് കഥ മാറുന്നത്. നേതാക്കളെ പ്രീതിപ്പെടുത്താൻ, നേതാക്കളുടെ കണ്ണിൽ നല്ല പിള്ളയാകാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ ആ പാർട്ടി സിംഗങ്ങൾ പെട്ടെന്ന് അക്രമാസക്തരായി. ക്രമസമാധാനം പാലിക്കേണ്ടവർ നോക്കി നിൽക്കെ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകളാണ് ഈ അണികൾ അടിച്ചു തകർത്തത്. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വാഹനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ വണ്ടിയുടെ ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചു. EDയുടെ ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. കല്ലും കട്ടയും ഇരുമ്പ് വടിയും മരത്തടികളും ഒക്കെയായിട്ടായിരുന്നു ഈ ആക്രോശം. എന്തൊരു ധൈര്യത്തിലാണ് ഇവർ ഇതൊക്കെ ചെയ്തത്? നിയമം തങ്ങളുടെ കൈപ്പിടിയിലാണ്, തങ്ങളെ തൊടാൻ ഇവിടെ ആരുമില്ലെന്ന അഹങ്കാരമല്ലേ ഈ ആക്രമണത്തിന് പിന്നിൽ? ഇനി ഇവിടെയാണ് പോലീസിന്റെ അടുത്ത വടിയും കളമാറ്റവും വരുന്നത്. വെറുതെ കേസെടുത്ത് ഫയൽ മടക്കി വെക്കുന്ന പഴയ കളിയൊന്നും ഇനി നടക്കില്ല. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ കണ്ടാൽ അറിയുന്ന 300ഓളം പേർക്കെതിരെയാണ് പോലീസ് ഇവിടെ കേസെടുത്തിരിക്കുന്നത്. കേവലം FIR ഇട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല ഇത്. ആ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളികളായ, കൃത്യം ചെയ്ത 200 പേരെയെങ്കിലും അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായുള്ള കൃത്യമായ ലിസ്റ്റ്, അതായത് 200 പ്രതികളുടെ കൃത്യമായ ലിസ്റ്റ് പോലീസ് വേഗത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു. കേട്ടുകേൾവി പോലുമില്ലാത്ത വേഗതയിലാണ് തലസ്ഥാനത്തെ സിറ്റി പോലീസ് ഈ കേസിൽ നീങ്ങുന്നത്. ഇനി ഇതിന്റെ കൃത്യമായ കണക്കുകൾ നോക്കൂ. ഈ ലിസ്റ്റ് വെറുതെ പേപ്പറിൽ എഴുതി വെച്ചതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇതുവരെ 26 CPM പ്രവർത്തകരെയാണ് പോലീസ് ഈ കേസിൽ ജയിലിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മുഖ്യപ്രതികളുടെ ജാമ്യം തള്ളിയതോടെ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഉറപ്പായ ആ 300ഓളം പേരും ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. പല പ്രാദേശിക നേതാക്കളും മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും. ഇനി ഇവിടെയാണ് സുഹൃത്തുക്കളെ ഈ കേസിന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് കിടക്കുന്നത്. പാർട്ടി അണികൾ വിചാരിച്ചു കാണും, പിടിയിലായാലും നമ്മുടെ ആളുകളല്ലേ, കോടതിയിൽ പോയി 2 വാദമൊക്കെ പറഞ്ഞ് വൈകുന്നേരത്തോടെ അങ്ങ് ജാമ്യത്തിലിറങ്ങാമെന്ന്. പക്ഷേ അവിടെയാണ് ഇവർക്ക് കണക്കുകൂട്ടലുകൾ പിഴച്ചത്. കേസിൽ ആദ്യം അറസ്റ്റിലായ 5 മുഖ്യപ്രതികളുടെ ജാമ്യ ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ദാക്ഷിണ്യമില്ലാതെയാണ് തള്ളിക്കളഞ്ഞത്. ഈ 5 മുഖ്യപ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി കനത്ത നിലപാടുകളോടെ തള്ളിയത്. കേസിന്റെ പ്രധാന തലച്ചോറുകളായ ഈ മുഖ്യപ്രതികൾക്ക് പോലും ജാമ്യം കിട്ടാതെ ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മുഖ്യപ്രതികളുടെ ജാമ്യ ഹർജി തള്ളി എന്നറിഞ്ഞതോടെയാണ് ബാക്കിയുള്ള 300ഓളം പേരും അടിയന്തരമായി പേടിക്കാനുള്ള കാരണം. മെയിൻ ആളുകൾക്ക് പോലും കോടതി രക്ഷയിട്ടിട്ടില്ലെങ്കിൽ പിന്നെ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ബാക്കിയുള്ള അണികൾക്ക് കൃത്യമായി മനസ്സിലായി. ഇനി പ്രതിഭാഗം വക്കീൽ കോടതിയിൽ ചെന്ന് വിചിത്രമായ ന്യായീകരണങ്ങളാണ് നിരത്തിയത്. ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു, അതുകൊണ്ട് അവർ ഡ്യൂട്ടിയിൽ അല്ലായിരുന്നു. തകർത്തത് വാടക വണ്ടിയാണ്, അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ച കേസ് നിലനിൽക്കില്ല. എന്തൊരു ന്യായീകരണങ്ങളാണെന്ന് നോക്കൂ. കോടതി ഈ വാദങ്ങളൊക്കെ എടുത്ത് തോട്ടിലിട്ടു. ഒരു ഓഫീസിൽ നിന്ന് റെയ്ഡിനിറങ്ങുന്നത് മുതൽ തിരികെ ഓഫീസിൽ എത്തുന്നത് വരെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തന്നെയാണ്. അവർ സഞ്ചരിക്കുന്ന വണ്ടി സ്വന്തമായാലും വാടകയ്ക്ക് എടുത്തതായാലും അത് ഗവൺമെന്റിന്റെ ഭാഗമാണ്.
പൊതുമുതലാണ്, അതിനെ തൊട്ടാൽ അകത്തു പോകും. അതിലപ്പുറം കോടതി പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. അതാണ് ഇവിടുത്തെ അണികളുടെ ഉറക്കം കെടുത്തുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം വെറുമൊരു മർദ്ദനമല്ല, അത് ഭരണഘടനാ സംവിധാനങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ്. അത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ്. മാത്രവുമല്ല, വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം വണ്ടിക്കുള്ളിട്ട് മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല, ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ ആസൂത്രിത വധശ്രമമാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും കോടതി ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ കളിയുടെ ഭാവം മാറി. കോടതിയുടെ ഈ കടുത്ത നിലപാട് പുറത്തു വന്നതോടെ അണികൾ ഇപ്പോൾ എവിടെയാണ്? അവർ രക്ഷപ്പെടുകയാണോ അതോ നാടുവിടുകയാണോ? അതെ, ആകെ അങ്കലാപ്പിലാണ്. കേസിൽപ്പെട്ടാൽ ജാമ്യം കിട്ടില്ലെന്നും ദീർഘകാലം ജയിലിനുള്ളിൽ കിടന്ന് ദ്രവിക്കേണ്ടി വരുന്നും ഉറപ്പായതോടെ കണ്ടാൽ അറിയാവുന്ന ആ 300 പേരും ഇന്ന് അണ്ടർഗ്രൗണ്ടിലാണ്. പോലീസ് ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കരുത്. സിറ്റി പോലീസ് അതിവേഗത്തിലാണ് നീങ്ങുന്നത്. കൃത്യത്തിൽ പങ്കാളികളായ 200 പേരുടെ കൃത്യമായ ലിസ്റ്റ്, അതായത് പ്രതിപട്ടിക പോലീസ് തയ്യാറാക്കി. ഇവരെ ഉടൻ അടിയന്തരമായി അറസ്റ്റ് ചെയ്യും. ഇതിനകം തന്നെ 26ഓളം പേർ അകത്തായിട്ടുണ്ട്. 5 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഇനി ബാക്കിയുള്ളവരെയും വലയിലാക്കാൻ പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. തങ്ങളുടെ നേതാക്കളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നേതാക്കളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി എടുത്തു ചാടിയ EDയെ തല്ലാൻ പോയ അണികൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഞങ്ങൾ എന്തിനാണ് ഈ ചതിക്ക് പോയി നിന്നതെന്ന്. കാരണം കോടതി ഈ സംഭവത്തെ രാജ്യദ്രോഹത്തിന് തുല്യമായ കുറ്റമായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൽപ്പെട്ടവർക്ക് അത്ര പെട്ടെന്നൊന്നും വെളിച്ചം കാണാൻ പറ്റില്ല. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് സുഹൃത്തുക്കളെ, കേന്ദ്ര ഏജൻസികളെയോ കേന്ദ്ര ഉദ്യോഗസ്ഥരുടെയോ മേൽ കൈവയ്ക്കാൻ വന്നാൽ നിയമം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കും. രാഷ്ട്രീയം പറഞ്ഞ് ഏത് കുറ്റകൃത്യത്തെയും ന്യായീകരിക്കുന്ന ആ പഴയ തന്ത്രം ഇനി ഇവിടെ നടക്കില്ല. നിയമം എല്ലാവർക്കും ഒന്നാണ്. അത് കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകും. നേതാക്കൾ എയർ കണ്ടീഷണർ മുറികളിൽ ഇരുന്ന് ആജ്ഞാപിക്കും. പക്ഷേ അത് കേട്ട് നിയമം കയ്യിലെടുക്കാൻ പോകുന്ന പാവം അണികൾ ഒടുവിൽ ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരും. ഇനിയെങ്കിലും അണികൾക്ക് ബുദ്ധി ഉദിക്കട്ടെ. കേന്ദ്രത്തോട് കളിച്ചാൽ കളി ഇങ്ങനെയൊക്കെ മാറും. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും നാടകീയ രംഗങ്ങളുമായിരിക്കും കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. നിയമ നടപടികൾ ശക്തമാകുന്നതോടെ തലസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് വലമുറുക്കി കഴിഞ്ഞു. ഇനി ആര് രക്ഷപ്പെടാൻ പോകുന്നില്ല. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് പരിശോധന നടന്നത്. അപ്പോൾ ആ നേതാവിനോടുള്ള അമിത ഭക്തി കാണിക്കാനും നേതാക്കളുടെ കണ്ണിൽ നല്ല പിള്ളിയായി പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും വേണ്ടിയാണ് പല പ്രാദേശിക നേതാക്കളും അണികളും അവിടെ തടിച്ചുകൂടിയതും ആക്രമണം അഴിച്ചുവിട്ടതും. എന്നാൽ നേതാക്കളെ പ്രീതിപ്പെടുത്താൻ കാണിച്ച ഈ അതിരുകടന്ന ആവേശം ഇപ്പോൾ തങ്ങളുടെ സ്വന്തം ജീവിതം തന്നെ ജയിലിനുള്ളിലാകുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. നിയമവ്യവസ്ഥയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ പാർട്ടി നിയമങ്ങൾക്ക് താഴെ മാത്രമായി കാണുന്ന ഒരു രീതി ചില അണികൾക്കെങ്കിലും ഉണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നതാണ് ഇവിടുത്തെ നിയമം എന്ന ആ ഒരു ധിക്കാരമാണ് ഇരുമ്പ് വടിയും കല്ലുകളുമായി രാജ്യത്തിൻ്റെ ഔദ്യോഗിക അന്വേഷണ ഏജൻസിയുടെ വണ്ടികൾക്ക് നേരെ കയറാൻ ഇവർക്ക് ധൈര്യം നൽകിയത്. പക്ഷേ കിട്ടിയതോ മുട്ടൻ തിരിച്ചടി. ആ അഹങ്കാരത്തിന്റെ ഒടുവിലത്തെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തങ്ങളെ രക്ഷിക്കാൻ പാർട്ടി വരുമെന്ന് കരുതിയ അണികളെല്ലാം ഇപ്പോൾ പോലീസിനെ പേടിച്ച് ഓടുകയാണ്. കോടതി ഈ സംഭവത്തെ രാജ്യത്തിനെതിരായ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിച്ചതോടെ നേതാക്കൾക്ക് പോലും ഇവരെ തൊടാൻ ഭയമാണ്. അധികാരവും ഫലവും ഉണ്ടെന്ന് കരുതി രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളോട് കളിക്കാൻ ചെന്നാൽ കളി മാറും എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഈ സംഭവം. അഹങ്കാരത്തിന് കാലം കരുതി വെച്ച കൃത്യമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ അണികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.